സുഗമദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കെവിനാണെങ്കിൽ ഇസബല്ലയോട് വന്ന് പറയുന്നുണ്ട്, ചന്ദ്രോത്ത് വീട്ടുകാർക്ക് നന്ദനെ കാണാതായതിന് പിന്നിൽ യാതൊരു അറിവും ഇല്ലെന്നാണ് ഇസബല്ല എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോൾ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നീയപ്പോൾ ഇങ്ങനെ പറയുന്നത്? അത് പിന്നെ ഞാൻ അവിടെ ചെന്ന് ഇതുപോലെ പറഞ്ഞ സമയത്ത് പ്രഭാൻറ്റിയുടെ മുഖത്ത് കണ്ട ഞെട്ടലും അതുപോലെ സങ്കടങ്ങളൊക്കെ വെച്ച് വായിച്ചു നോക്കുമ്പോൾ അവർക്കാർക്കും അറിവില്ല. ഒരുപക്ഷെ പ്രഭാൻറ്റിക്ക് മാത്രമാണ് ഇക്കാര്യത്തെക്കുറിച്ച് അറിവില്ലെങ്കിലോ, ബാക്കി എല്ലാവരും ഒരു പ്ലാനിങ്ങിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിലോ എന്നിങ്ങനെ ഇസബല്ല ചോദിക്കുമ്പോൾ, എന്തായാലും കാര്യങ്ങൾ 2 ദിവസത്തിനകം അറിയാൻ സാധിക്കുമല്ലേ എന്ന് കെവിൻ തിരിച്ചു ചോദിക്കുകയാണ്. സാധിക്കും. അല്ല, ഇനിയിപ്പോൾ ഇത് പ്രശ്നമാവോ? എന്ത് പ്രശ്നമാടാ? എന്തായാലും എൻ്റെ പാപ്പനാണ് ഈ ഒരു കാര്യം അന്വേഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിന്നോട് ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും. നീ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുക. മധുരയിൽ വെച്ച് നിന്റെ ഫ്രണ്ട് നന്ദനെ കണ്ടു എന്ന് തന്നെ വേണം നീ ഉറപ്പിച്ച് പറയാൻ. കേട്ടല്ലോ? ആ, ശരി. പിന്നെ ദേവികയും സിദ്ധാർത്ഥനും എല്ലാവരും ചേർന്ന് കളിക്കുന്ന നാടകമാണെങ്കിൽ ഈ പറയുന്നത് പോലെ 2 ദിവസത്തിനകം നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും വലിയൊരു നാടകത്തിൻ്റെ കർട്ടൻ വീഴാൻ പോവുകയാണെന്നിങ്ങനെ ഇസബല്ല പറയുന്നു. ഈ സമയം ദേവികയാവട്ടെ എത്രയും പെട്ടെന്ന് നെടുമങ്ങാട് എത്തണമെന്നുള്ള രീതിക്ക് നമ്മുടെ മുരളിയെ പറഞ്ഞ് ധൃതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മുരളിയാണെങ്കിൽ എന്താ കാര്യം എന്നിങ്ങനെ പറയ ദേവി എന്ന് പറയുമ്പോൾ, അതിനൊന്നും സമയം ഇല്ല മുരളിയേട്ടാ, പെട്ടെന്ന് വണ്ടി വിട്. എങ്കിൽ ശരി, ഞാൻ എല്ലാ സ്പീഡ് എടുത്ത് വിടാൻ പോവുകയാണെന്ന് പറഞ്ഞ് മുരളിയാണെങ്കിൽ വെച്ച് പിടിക്കുന്നുണ്ട്. പിന്നീട് അരുന്ധതി ആവട്ടെ CPയെ വിളിച്ചു വരുത്തുകയാണ്. CP ആണെങ്കിൽ പെട്ടെന്ന് വരുന്നുണ്ട്. എന്താ മേഡം, ഇന്ന് കമ്പനിയിൽ ഓഡിറ്റിംഗ് ആണ്, അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് വരുന്നത്. എന്താ കാര്യം? CP, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, ഋഷിയെ വിളിക്കാം. ഋഷി എന്ന് പറയുമ്പോഴേക്കും അവിടേക്ക് ഋഷി വരികയാണ്. എന്താ അമ്മേ? രണ്ടാളോട് കൂടിയിട്ട് പറയാം. ഋഷി ഇനി ഇവിടെ നിൽക്കുന്നില്ല, ദുബായിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. CP എത്രയും പെട്ടെന്ന് അത് ഋഷിക്ക് എത്തിച്ചു കൊടുക്കണം. ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്നും വണ്ടി കയറണം. ബാക്കിയെല്ലാം ഞാൻ അവിടെ സെറ്റാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ, ഇത് കേട്ട് ഋഷി പറയുകയാണ്, ഞാൻ എന്തായാലും എവിടേക്കും ഫ്ലൈറ്റ് കയറാൻ പോകുന്നില്ല. ഈ പറയുന്നത് പോലെ ഈ ടൗൺ പോലും വിട്ടുപോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും അമ്മേ. എൻ്റെ കണക്ക് കൂട്ടലുകൾ ശരിയായ രീതിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പേടിച്ചോടാൻ തയ്യാറല്ലെന്ന് പറയുമ്പോൾ, ദേവിക ഇനിയിപ്പോൾ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ എന്നാലും മറിച്ച് ചിന്തിച്ചാൽ അതിലൊരു പക്ഷേ സത്യമുണ്ടെങ്കിലോ? നിന്നെ നഷ്ടപ്പെടാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകണം. CP, ആ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുക്ക്. ആ, എങ്കിലേ ദുബായ് ആക്കണ്ട, UK മറ്റ് പല രാജ്യങ്ങളുണ്ടല്ലോ, അവിടേക്കൊക്കെ അങ്ങ് എടുത്തോ. ആ, എങ്കിൽ പിന്നെ അങ്ങനെ ഒന്ന് കറങ്ങി അടിച്ചിട്ട് വാ നീ എന്നിങ്ങനെ അരുന്ധതി പറയുമ്പോൾ, ശരി ശരി. എന്തായാലും CP അങ്കിളിന് വയസ്സാം കാലത്ത് ഒരുപാട് കൺട്രീസിൽ പോയി കറങ്ങി അടിച്ചിട്ട് വരാനുള്ള ഭാഗ്യമാണ്, മിസ്സാക്കണ്ട എന്നിങ്ങനെ പറയുമ്പോൾ, എന്താ ഋഷി, നീ എന്നെ കളിയാക്കുകയാണെന്ന് അരുന്ധതി ചോദിക്കുന്നു. അമ്മേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് എവിടേക്കും പോകുന്നില്ല. അങ്ങനെ നന്ദൻ പേടിപ്പിച്ചാൽ പേടിക്കുന്ന ആളെന്നല്ല ഞാൻ. അവനിങ്ങോട്ട് വരട്ടെ എന്നെ വകവരുത്താനായിട്ട്. എല്ലാവരും ചേർന്ന് എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൽ പെട്ടുപോകാതെ അമ്മ അങ്ങനെ പേടിക്കാതിരിക്കുന്നൊക്കെ പറയുമ്പോൾ, എങ്കിലേ CP ഒരു കാര്യം ചെയ്യേ, ആ നന്ദനെ വിളിക്ക്, എല്ലാത്തിനെയും ഒന്ന് കൊന്നിട്ട് പോകാൻ പറയേ. അമ്മേ, സെൻറ്റിമെൻറ്റ്സ് കാണിച്ച് എന്നെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ എൻ്റെ പ്ലാനിങ്ങിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കാനോ അമ്മ നോക്കണ്ട. അതിന് ഈ ഋഷിയെ കിട്ടില്ല. ഋഷി, ഞാൻ അവസാനമായിട്ട് പറയാം, മര്യാദയ്ക്ക് നീ പോയിക്കോ. ഇല്ലമ്മേ, പോകില്ല എന്ന് പറഞ്ഞാൽ പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഋഷിയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ CPയും ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാളും പരാജയപ്പെട്ടു പോവുകയാണ്. പിന്നീട് പ്രഭാവതിയാണെങ്കിൽ നന്ദനെ മധുരയിൽ വെച്ച് കെവിൻ കണ്ടു എന്നുള്ള കാര്യം രജനിയെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. മോളെ, ഇവർക്കാർക്കും യാതൊരുവിധ ചൂടുമില്ല. അതുകൊണ്ട് തന്നെ ഗിരീഷിനോടൊന്ന് പറയേ, നന്ദനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറയേ. നമുക്ക് മധുരയിലേക്ക് പോയാലെന്ന് ഞാൻ ആലോചിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ, അമ്മേ, അവനിപ്പോൾ എന്തിനാ അങ്ങോട്ട് പോയിട്ടുണ്ടാവുക? അറിയില്ല മോളെ, ആത്മഹത്യാക്കുറിപ്പ് പോലുള്ള ഓരോന്ന് എഴുതി വെച്ചിട്ടാണല്ലോ പോയിരിക്കുന്നത്. ശരി, അമ്മ വെക്ക്, എനിക്കിതൊന്നും കേട്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും അവിടേക്ക് ഗിരി വരികയാണ്. ഗിരി, നീ എങ്ങോട്ടേ പോകുന്നത്? അമ്മ വിളിച്ചിരുന്നു. എന്താ, എന്ത് പറ്റി? എന്തിനാ മേഡം വിളിച്ചത്? അത് നന്ദനെ ആ കെവിൻ്റെ ഫ്രണ്ട് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ വെച്ച് കണ്ടു എത്രേ. ഇത് കേട്ട് ഗിരീഷിനാണെങ്കിൽ ആകെ ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. എന്ത്, മധുര മീനാക്ഷി ക്ഷേത്രത്തിലോ? നന്ദൻ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അറിയില്ല ഗിരി, ഇനിയിപ്പോൾ അവൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയതായിരിക്കുമോ? എന്തായാലും ഗിരീഷാണെങ്കിൽ ആ ഒരു വാർത്ത കേട്ട് ഞെട്ടുകയാണ്. അങ്ങനെ പ്രഭാവതി ആവട്ടെ ചന്ദ്രമതിയെ വിളിക്കുന്നുണ്ട്. എന്താ പ്രഭേ, ചന്ദ്രമതി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണം, എൻ്റെ വിഷമങ്ങൾ കേൾക്കാൻ ഇവിടെ ആരുമില്ല. എനിക്ക് നിന്നെ ഒന്ന് കണ്ട് സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ, നീ പേടിക്കാതിരിക്കെ, ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ചന്ദ്രമതി ആണെങ്കിൽ വരുന്നുണ്ട്. ഈ സമയം സിദ്ധു ആണെങ്കിൽ ചന്ദ്രമതിയെ കാണുകയാണ്. ആഹാ, ചന്ദ്രമതിയോ? സിദ്ധു, പ്രഭ എന്നെ വിളിച്ചിരുന്നു. എന്താ കാര്യം? എന്താണെന്ന് അകത്ത് പോയി ചോദിക്കേ. അവള് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരും ചന്ദ്രമതി. എവിടേക്കോ വെച്ച് നന്ദനെ കണ്ടെന്നാ പറയുന്നത്. ആ കെവിൻ വന്നിരുന്നു. അവൻ പറയുന്നത് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ വെച്ച് നന്ദനെ കണ്ടെന്നും നന്ദൻ അങ്ങോട്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് പോയിരിക്കുകയെന്നൊക്കെയാണ് പ്രഭാവതി പറയുന്നത്. എന്തായാലും താൻ കയറി ചെന്ന് കാണും, ഭ്രാന്ത് പോലെയാണ് പെരുമാറുന്നത്. അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ അവിടെ നിന്നും പോകുന്നുണ്ട്. എന്നിട്ട് അവർ പോയതിനു ശേഷം സിദ്ധാർത്ഥനാവട്ടെ
ഹരിയേട്ടനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് കെവിൻ ഇങ്ങനെ വന്നിരുന്നുവെന്നും ഇക്കാര്യം പറഞ്ഞുവെന്നും. കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലേക്ക് പോവുകയാണല്ലോ സിദ്ധു. അതെ, ഇനിയിപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാൽ പ്രഭയെ പിടിച്ചു നിർത്തേണ്ടത്? അങ്ങനെ ഹരിവക്കീലാണെങ്കിൽ എന്തൊക്കെയോ രഹസ്യമായിട്ട് സിദ്ധാർത്ഥിനോട് പറയുന്നുണ്ട്. ശരി എങ്കിൽ ഞാൻ ഫോൺ വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധുവും ഹരിവക്കീലും ആ ഒരു സംസാരം അവിടെ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഭാർഗവിയാണെങ്കിൽ പതിവ് പോലെ തന്നെ MLA വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കണമെന്ന് കച്ച കെട്ടി ഇറങ്ങുകയാണ്. അങ്ങനെ എവിടെ MLA? നന്ദമോനെ മധുരയിൽ വെച്ച് കണ്ടത്രേ. എന്നിട്ട് അവൾക്ക് ഒരു ചൂടുമില്ല. MLA അവൾ എപ്പോഴായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോൾ ആൻറ്റിക്ക് ഇപ്പം എന്താ വേണ്ടത്? നീ മിണ്ടി പോകരുത്, നിന്നെ ഞാൻ ഓങ്ങി വെച്ചിരിക്കുക. ആൻറ്റിക്ക് ഇപ്പം എന്താ, എന്നെ തല്ലണോ എന്നിങ്ങനെ ഷാരി ചോദിക്കുന്നു. എങ്കിലേ ആൻറ്റി തല്ലിക്കോ, ഞാൻ കൊള്ളും. കാരണം ആൻറ്റി എനിക്ക് എൻ്റെ സ്വന്തം ആൻറ്റിയെ പോലെയാണെന്നൊക്കെ പറയുമ്പോൾ രാധികയും ഇവളുടെ വായ കുറച്ച് അടക്കി വെക്കാനായിട്ട് പറഞ്ഞു. എന്താ ഭാർഗവി, എന്താ പ്രശ്നം? നന്ദമോനെ മധുരയിൽ വെച്ച് കണ്ടെന്നാ പറയുന്നത്. ഇപ്പം കണ്ടില്ലേ, അവനിനിപ്പോൾ എന്ത് ചെയ്യാനാണാവോ അങ്ങോട്ട് പോയിരിക്കുന്നത്. പ്രഭക്കുഞ്ഞ് ആകെ സങ്കടത്തിലാണ്. ഇവിടെ മറ്റാർക്കും സങ്കടമില്ലെന്നൊക്കെ പറയുമ്പോൾ ഭാർഗവിയായിട്ട് ഇപ്പോൾ പോകാൻ നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശാരികയാണെങ്കിൽ അവിടെ നിന്ന് വിട്ടയക്കുകയാണ്. അങ്ങനെ മാധവനാണെങ്കിൽ ആകെ തകർന്ന് പോകുന്നുണ്ട്. ഈ സമയം ശാരികയാണെങ്കിൽ അയാളെ സമാധാനിപ്പിക്കാനായിട്ട് നോക്കുന്നു. അങ്ങനെ ചന്ദ്രമതിയും പ്രഭാവതിയും സംസാരിച്ച് തീർന്ന ഒരു തീരുമാനത്തിലെത്തുകയാണ്. സിദ്ധു ആണെങ്കിൽ അകത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായി ചന്ദ്രമതി? അത് പ്രഭ അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുക. എങ്ങോട്ട് പോവാൻ? അങ്ങനെ അവിടേക്ക് പ്രഭ വരികയാണ്. ഞാൻ DGPയെ കാണാനായിട്ട് പോവുകയാണ്. എന്തിനാ നീ ഇപ്പോൾ DGPയെ കാണാനായിട്ട് പോകുന്നത്? പിന്നെ നിങ്ങളെല്ലാവരും പറയുന്നു നന്ദൻ പടിക്കലെത്തി, ഗേറ്റിലെത്തി, ഇതാ ഇപ്പം വരും, ഇപ്പം കയറും, അവനൊരു കുഴപ്പമില്ലെന്നൊക്കെ. ദേ അവൻ്റെ ഭാര്യ ഒരു MLA ആണ്, അച്ഛനാവട്ടെ മുൻ MLA, അതിലുപരി ഒരു തികഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകൻ. എന്നിട്ടിപ്പോൾ എന്താ? എൻ്റെ മോനെ കാണാതായിട്ട് ദിവസങ്ങളായി, ആർക്കും ഒരു ചൂടുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞ് പരക്കം മഞ്ഞ് നടക്കുന്നു. അതിനേക്കാളുപരി ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഈ എൻ്റെ ചന്ദ്രമതി വന്നതുകൊണ്ട് അവളോട് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനത്തിലെത്താനായിട്ട് കഴിഞ്ഞു. ഇനി ഒന്നും നോക്കുന്നില്ല. ഈ പ്രഭാവതി കച്ച കെട്ടി ഇറങ്ങാൻ പോവുകയാണ്. ഓരോ മുടന്ന നയം പറഞ്ഞ് എന്നെ തടയാൻ നോക്കണ്ട എന്നൊക്കെ സിദ്ധാർത്ഥിനോട് പറയുമ്പോൾ, പ്രഭേ നീ ഒന്ന് അടങ്ങ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ചന്ദ്രമതി നീ എങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. സിധു, ഇത്ര നേരം ഞാൻ പ്രഭാവതി പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു സിദ്ധാർത്ഥനും മറ്റാർക്കും നന്ദനെ കാണാത്തതിൽ യാതൊരു പ്രശ്നമില്ലെന്നാ ഞാൻ വായിച്ചെടുക്കുന്നത്. എന്താ അതിന് പുറകിൽ? എന്തായാലും ഞങ്ങൾ DGPയെ കാണാൻ തീരുമാനിച്ചു. നിങ്ങൾക്കാർക്ക് നന്ദനെ ആവശ്യമില്ലെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് ഇങ്ങനെ ചന്ദ്രമതി പറയുന്നു. അയ്യോ ചന്ദ്രമതി, പ്രഭാവതി ഒന്ന് നിൽക്ക്, പറയുന്നതൊന്ന് കേൾക്ക്. ഒരു 5 മിനിറ്റെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. 5 മിനിറ്റ് പോയിട്ട് 5 സെക്കൻഡ് പോലും ഇനി കേൾക്കില്ല. ഇത്രയും നാൾ കേട്ടിരുന്നു. ഇനി രാഹുകാലം നോക്കിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത് എന്നാണ് സിദ്ധു പറയുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രഭാവതിയാണെങ്കിൽ ആകെ പൊട്ടിത്തെറിക്കുകയാണ്. എൻ്റെ പൊന്നു പ്രഭാവതി നീ ഒന്ന് നിൽക്ക് എന്നൊക്കെ പറഞ്ഞ് സിദ്ധാർത്ഥൻ കാല് പിടിക്കുന്നുണ്ട്. പെട്ടെന്നാണ് പ്രഭയുടെ ഫോണിലേക്ക് ദേവിക വിളിക്കുന്നത്, അതും വീഡിയോ കോൾ. MLA വിളിക്കുന്നുണ്ട്. ഇവിടെ നിന്നും ചാരന്മാർ അറിയിച്ചിട്ടുണ്ടാകും ഞാനിങ്ങനെ ഇറങ്ങാൻ പോകുന്ന കാര്യം. അങ്ങനെ ഞാൻ എടുക്കുന്നില്ലെന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രമതി പറയുകയാണ്, ഏയ് പ്രഭേ ഫോൺ എടുക്ക്. ഇല്ല ചന്ദ്രമതി, എനിക്ക് വയ്യ, തടയാൻ വേണ്ടി തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെ ചന്ദ്രമതി ആണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകെ ഷോക്കാവുകയാണ്. എന്തോ കണ്ട് ഭയന്നതുപോലെ പ്രഭാവതി ഇത് നോക്കെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭയ്ക്കും കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു കാഴ്ച കണ്ട് പ്രഭയും ഷോക്കാവുന്നുണ്ട്. എന്തായാലും ഞെട്ടിക്കുന്ന കാഴ്ച തന്നെയാണ് കണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നന്ദനെ ദേവിക കണ്ടുപിടിച്ച് കാണണം. അപ്പോൾ കാത്തിരിക്കുക നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ.